നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വളർത്തു ആനയെന്ന് കരുതപ്പെടുന്ന രാമനെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് അനുയോജ്യമായ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച് ആനയെ ക്ഷേത്ര ചടങ്ങുകൾക്കായി ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മൃഗങ്ങളുടെ ക്ഷേമത്തിന്റെ കാര്യത്തിൽ കോടതികൾക്ക് മൂകസാക്ഷികളായിരിക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആനയെ വാണിജ്യ ആവശ്യങ്ങൾക്കോ ക്ഷേത്ര ചടങ്ങുകൾക്കോ ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് ലംഘിച്ചാണ് രാമനെ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിച്ചതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മാതാ അമൃതാനന്ദായി മഠത്തിലെ ഉടമസ്ഥതയിലുള്ളതാണ് ആനയെന്നും സംരക്ഷണത്തിനായി കൃഷ്ണൻകുട്ടിക്ക് താൽക്കാലികമായി കൈമാറിയതാണ് എന്നും ജയകൃഷ്ണ മേനോൻ വാദിച്ചു. എന്നാൽ 2017 ദാനധാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആന തന്റേതെന്നായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ അവകാശവാദം. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ രാമനെ ക്ഷേത്ര ചടങ്ങുകളിലോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കില്ലെന്ന് കൃഷ്ണൻകുട്ടിയുടെ അഭിഭാഷകൻ കോടതിക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 2026 ഫെബ്രുവരി 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോൾ ചാവക്കാടുള്ള ഒരു ക്ഷേത്ര ഉത്സവത്തിൽ രാമനെ പങ്കെടുപ്പിച്ചതായി കണ്ടെത്തി. നിശ്ചയിച്ചിരിക്കുന്ന മറ്റൊരു ആനയ്ക്ക് സുഖമില്ലാത്തതിനെ തുടർന്നാണ് രാമനെ ചടങ്ങിൽ പങ്കെടുപ്പിച്ചതെന്നും സാമ്പത്തിക ലാഭത്തിനല്ല മതപരമായ വികാരങ്ങളെ മാനിച്ചാണിതെന്നും വ്യക്തമാക്കി കൃഷ്ണൻകുട്ടി കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷിച്ചു. കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണം തള്ളിയ സുപ്രീം കോടതി ചടങ്ങുകളിൽ പങ്കെടുപ്പിച്ചത് കോടതിക്ക് നൽകിയ ഉറപ്പിന്റെ ലംഘനമാണെന്ന് വ്യക്തമാക്കി. സംരക്ഷണ ചുമതല വൈൽഡ് ലൈഫ് ആക്ട് 1972 പ്രകാരം രാമനെ താൽക്കാലികമായി ഏറ്റെടുക്കാനും പരിപാലിക്കാനും കേരള സർക്കാരിന് നിർദ്ദേശം നൽകി. കോടതിയെ ലക്ഷ്യ നടപടി നൽകിയ ഉറപ്പ് ലംഘിച്ചതിന് കൃഷ്ണൻകുട്ടിക്ക് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി 2000 രൂപ പിഴ ചുമത്തി. 4 ആഴ്ചക്കകം ഈ തുക ഒടുക്കണം. ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി. ആന മതപ്പാടിലായിരുന്നതിനാലാണ് കൃത്യസമയത്ത് വൈദ്യ പരിശോധന നടത്താൻ കഴിയാത്തതിൽ നിന്ന് വനം വകുപ്പ് അധികൃതരുടെ വിശദീകരണം കോടതി അംഗീകരിച്ചു. അതിനാൽ ഉദ്യോഗസ്ഥരെ കോടതിയെ ലക്ഷ്യ നടപടികളിൽ നിന്ന് ഒഴിവാക്കി. ജയകൃഷ്ണ മേനോൻ വി എസ് കൃഷ്ണൻകുട്ടി മറ്റുള്ളവർ എന്ന കേസിലാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാനമായ വിധി എത്തിയിട്ടുള്ളത്.